പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ബി.ജെ.പിക്ക്. നറുക്കെടുപ്പിലൂടെയാണ് ബി.ജെ.പി വിജയം നേടിയത്. കെ.പി. രതീഷ് കുമാറാണ് വൈസ് പ്രസിഡന്റായി നിശ്ചയിക്കപ്പെട്ടത്. നേരത്തെ പ്രസിഡന്റ് സ്ഥാനം എൽ.ഡി.എഫിന് നറുക്കെടുപ്പിലൂടെ ലഭിച്ചിരുന്നു. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുകയാണല്ലോ. എന്താണ് വിവരങ്ങൾ? രോഹിണി, കവിയൂർ ഗ്രാമപഞ്ചായത്തിൽ ബി.ജെ.പിക്കും എൽ.ഡി.എഫിനും തുല്യ സീറ്റ് നിലയായിരുന്നു. 6 സീറ്റുകൾ വീതമായിരുന്നു രണ്ട് കക്ഷികളും നേടിയിരുന്നത്. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകൾ നറുക്കെടുപ്പിലൂടെ നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. രാവിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പിലൂടെ വിജയിച്ചത് എൽ.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി നറുക്കെടുപ്പ് നടത്തിയപ്പോഴാണ് ബി.ജെ.പിക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവിടുത്തെ ബി.ജെ.പിയുടെ തന്നെ കാര്യകർത്താവായിട്ടുള്ള രതീഷ് കുമാർ ആയിരിക്കും വൈസ് പ്രസിഡന്റായിട്ട് കവിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇനി വരുന്നുണ്ടാവുക. നിലവിൽ കഴിഞ്ഞ തവണ ബി.ജെ.പി ഭരിച്ചിരുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഇക്കുറി തുല്യ സീറ്റ് നിലയെ തുടർന്നാണ് ഇത്തരത്തിൽ നറുക്കിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും രതീഷ് കുമാർ ആയിരിക്കും ബി.ജെ.പിയുടെ കവിയൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. ശരി, ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.